കഥയുടെ ആ ഭാഗം അച്ചായന് ഫീൽ ചെയ്തു. അച്ചായ, യഥാർത്ഥ ഫീല് 8ാമത്തെ സീൻ മുതലാണ് തുടങ്ങുന്നത്. താങ്ക് യു അച്ചായ, താങ്ക് യു. കണ്ട, തുടക്കത്തിൽ തന്നെ ഷേക്ക് ഹാൻഡ് കിട്ടുന്നത് കണ്ട. ഇങ്ങനെ കഥ പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കങ്ങ് കൊല്ലടാ. മേലാൽ ഈ മാതിരി കഥകളോടെ പടി കടന്നു പോരും. നിന്റെ കൈ ഞാൻ വെട്ടും. അയ്യോ അച്ചായൻ, എന്റെ കഥയുടെ ഡെപ്ത് മനസ്സിലാവാത്തോണ്ടാ. എന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ അതെടുത്ത് അങ്ങോട്ട് കാണിച്ചോട്. എന്തോ ആ പൂനെന്ന് കിട്ടിയ മടല്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് നാണക്കേട് ഉണ്ടാക്കുന്ന നീയൊക്കെ നോക്ക്. വ്യക്തമായ കഥയും തിരക്കഥയും തയ്യാറായിട്ട് ഞാൻ പടം പിടിക്കും. അങ്ങനെ ചെയ്യാവൂ. തന്റെ സ്ക്രിപ്റ്റിൽ എനിക്ക് പ്രതീക്ഷയില്ല. തനിക്ക് ഈ പണി നല്ലതല്ല, അറിയില്ല. ഇടോ നോക്ക്, ആധാരം എഴുത്തല്ല തിരക്കഥ രചന. തനിക്ക് ഭാവനയില്ല, ജീവിത അനുഭവവും ഇല്ല. നമുക്ക് വേറെ കഥ നോക്കാം. കൺട്രോളറെ, താനിതിൽ ഇടപെടണ്ട. അച്ചായ, ഞാൻ 12 പ്രാവശ്യം തിരുത്തിയ തിരക്കഥയായത്. 10,000 പ്രാവശ്യം തിരുത്തിയാലും ഒരു പ്രയോജനം ഇല്ല. താൻ പോയേ. രാവിലെ അച്ചായന്റെ 3 മണിക്കൂറാണ് തൊലച്ചത്. ചില പാലം നടത്തിയിട്ടില്ല. ലൂക്കോസേ, എനിക്ക് വല്ലോ വിളമ്പി വെക്കടാ. ഇതൊന്ന് പിടിച്ചാട്ടെ. ഇനി ഇതുപോലെ മെനക്കെടുത്താൻ വന്ന ആ പട്ടി അഴിച്ചു വിടണം. എന്നാ കഥ പറഞ്ഞ അതിനെ കൊല്ലാൻ നീ ഇരുന്ന് വിഴുങ്ങ്. സുശീല, നീ നോക്കൂ. ഈ വൈശാഖൻ ഈ അച്ചായനെ കൊണ്ട് തന്നെ പടം പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ഈ വർഷം തന്നെ ഞാൻ ഡയറക്ടർ ആവുകയും ചെയ്യും. ആവണം സാറേ, എത്രയും പെട്ടെന്ന് തന്നെ സാറ് ഡയറക്ടർ ആവണം. ഈ മലയാളികൾ കുറെ അനുഭവിക്കണം. ഇനിയിപ്പോ ആരും കേൾക്കൂലല്ലോ. ചോദിക്കുന്നുണ്ട്, വിഷമം തോന്നരുത്. സാറേ, സാറിന് വിശ്വാസമുണ്ടോ ഈ കഥ വെച്ചൊരു പടം ചെയ്യാൻ പറ്റുമെന്ന്? സുശീല, നോക്ക്. ഡ്രൈവറുടെ പണി നടത്തിയാൽ മതി കേട്ടോ. ഡ്രൈവർമാരും തൊഴിലാളികളും ഒക്കെയാ പടം കാണാൻ വരുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. വണ്ടി എടുക്കടാ. ഓ, എന്നെ ഇറക്കിട്ടെ വണ്ടി സർവീസ് സെന്റർ ഒന്ന് കാണിക്കണം. കാറിന് AC കുറവാണെന്ന് തോന്നുന്നു. സാറ് കഥയിൽ പറയുന്നത് ജീവിതത്തിന്റെ പരുക്കൻ ഭാവങ്ങൾ. കാറിൽ അല്പം AC കുറഞ്ഞു കഴിഞ്ഞാൽ വെപ്രാളവും. നോക്കി എടുക്കടേ. ഇന്ന് തന്നെ ഡെസ്പാച്ച് ചെയ്യാം സാർ. സാർ, ഇവിടെ വരുന്ന പേപ്പർ അതാത് ദിവസം തന്നെ രജിസ്റ്റർ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട സാർ. അത് പക്ഷേ പറഞ്ഞില്ലേ, ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. സാർ, ഇനി അത് ആവർത്തിക്കില്ല സാർ. ഞാൻ കൺസേൺ പേഴ്സൺ ഇന്ന് തന്നെ മെമ്മോ കൊടുത്തോളാം സാർ. സാർ, ഞാൻ ആ എത്തിയോ? മാറ്റിന് സിനിമ കാണാമെന്നതാ. എന്താ സാർ? എന്താന്നോ? കേക്ക. വൃത്തികേട് സാർ. എന്താ ഇത്? എന്താന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇത്രയും കേട്ടിട്ട്? താൻ ഫയൽ സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് കളക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടിയ തെറിയും ശകാരവുമാണ്. താനോടെ കേട്ടോട്ടെ എന്ന് വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാ. ഇന്നലെ വന്ന നിയമസഭാ ചോദ്യങ്ങളുടെ മറുപടി താൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. തന്നെ കൊണ്ട് ഞാൻ മടുത്തു. ഇന്ന് തന്നെ തനിക്ക് ഞാൻ മെമ്മോ ചെയ്യും. മെമ്മോ ആക്കണ്ട സാർ, അങ്ങ് പിരിച്ചു വിട്ടേക്കണം. സാറിന് അറിയാമല്ലോ, ബേസിക്കലി ഞാനൊരു കലാകാരൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗം ഞാൻ ചുമക്കുന്ന ബാധ്യതയാണ്, അച്ഛനോടുള്ള ബാധ്യത. എനിക്ക് സിനിമയോട് മാത്രമേ കമ്മിറ്റ്മെന്റ് ഉള്ളൂ. ഓഫീസിലെ ഒരു സെക്ഷൻ നേരെ ചൊവ്വേ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത താൻ എങ്ങനെയാടോ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ? എടോ, ജീവിതം മനസ്സിലാക്കിയവനെ ഒരു കലാകാരനാകാൻ പറ്റും. ഏതായാലും അടുത്ത ആഴ്ച കളക്ടറേറ്റിൽ നിന്ന് ഇൻസ്പെക്ഷൻ ഉറപ്പാ. അതോടെ തനിക്ക് ഫുൾ ടൈം കലാകാരനാകാം. ഒന്നുകിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സസ്പെൻഷൻ. ആയിക്കോട്ടെ സാറേ. സാറിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്കണം, എന്നിട്ട് പറ. സാർ, ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയും. തന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കഥ പറയരുതെന്ന്. അവന്റെ ഒരു ഓപ്പണിംഗ് ഷോട്ട് താനൊന്ന് ഒപ്പിട്ടേച്ച് പൊക്കോളാവോ? മെമ്മോ തയ്യാറാക്കി ഞാൻ അങ്ങോട്ട് കൊടുത്തു വിട്ടേക്കാം. ഓ, ഇവനെയൊക്കെ ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ലക്ഷ്മി. പടം എന്നാ സാർ റിലീസ്? കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതൊക്കെ കണ്ട സിനിമാക്കാര് സാധാരണക്കാരൻ ഒരു അകലം സൃഷ്ടിക്കുന്നത്. മര്യാദയ്ക്ക് പെരുമാറാനും സംസാരിക്കാൻ അറിഞ്ഞുകൂടാ.
ഈ ഗോഡൌണിൽ നിങ്ങളുടെയൊക്കെ ഇടയിൽ വന്നിരുന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒരു പ്രൊഡ്യൂസർ ഒക്കെ പറഞ്ഞാൽ അപ്പം ഞാനിതെല്ലാം കളഞ്ഞിട്ട് പോകും. പിന്നെല്ലാം പ്രൊഡ്യൂസർ അനുഭവിച്ചോളൂ. പറഞ്ഞോ. അതേ, സിനിമാക്കാരുടെ എല്ലാം കരിയോഗ്രാഫിന്റെ തുടക്കത്തിൽ ഇതിനേക്കാൾ വലിയ കളിയാക്കലുകൾ അനുഭവിച്ചിട്ടുണ്ട്. ലക്ഷ്മി കണ്ടോ, ഞാൻ സ്റ്റോറി ബോർഡ് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഒന്നും നോക്കി. എന്റെ വൈശാഖൻ സാറേ, ഞാൻ എളുപ്പം തിരക്കില്ല. ബാലകൃഷ്ണൻ എന്തോ നിന്നോ. രാജീവേ, കഥ വല്ല പ്രൊഡ്യൂസർമാരെ കൊണ്ട് കാണിക്കും സാറേ, എനിക്ക് വേറെ പണിയുണ്ട്. നോക്കണോ, കലാബോധമില്ലാത്ത വർഗങ്ങള്. ഹലോ, അങ്ങേരുണ്ടാ? ഓ ചെല്ല്. ഓ, രക്ഷപ്പെട്ടു. സാർ, ഞാൻ നേരത്തെ വന്നിരുന്നു. അപ്പൊ സാർ എത്തിയിരുന്നില്ല. എന്റെ റീസർവേയുടെ കാര്യം അറിയാനാ. ഫയൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ സബ്മിറ്റ് ചെയ്യും. 2 ആഴ്ച കഴിഞ്ഞ് വരും. അയ്യോ, 2 ആഴ്ച മുമ്പ് വന്നപ്പോഴും ഇത് എന്നാ പറഞ്ഞത്? ഇത് ഇത്തിരി കഷ്ടമാണ് സാറ്, ഞങ്ങൾ പരീക്ഷിക്കരുത്. എന്റെ സുഹൃത്തെ, ഞാൻ പറഞ്ഞില്ലേ, പ്രോസസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. സമയം എടുക്കും. ഓഫീസിൽ കമ്പ്യൂട്ടറും കഥ പറച്ചിലും ഒക്കെ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ സമയം എടുക്കും. ഇത്തിരി കഷ്ടമാണ് സാറേ. താൻ എന്താണ് പറഞ്ഞത്? തന്റെ ശാസനം കേൾക്കാനല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഫയൽ വിടുന്നുള്ളൂ. എന്താ വൈശാഖ ഇവിടെ ഒരു ബഹളം? ആദ്യം ക്ലാർക്കുമാരെ കൊണ്ട് പണി ചെയ്യിക്കാൻ പഠിക്കും സാറേ. ഈ ഓഫീസിൽ കയറി ഇറങ്ങി എന്റെ 3 ചെരുപ്പാ തേഞ്ഞത്. ചുമ്മാ ചെരുപ്പ് ഇടയിൽ കൊടുക്കാൻ എന്റെ കാശൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കാണാം. എടോ, ആ റീസർവേയുടെ ഫയൽ സബ്മിറ്റ് ചെയ്യാൻ ഇന്നലെയും കൂടെ തന്നോട് ഞാൻ പറഞ്ഞല്ലേ. ഇനി ഞാൻ ആക്ഷൻ എടുക്കും. ക്ലർക്കുമാർ ചെയ്യുന്ന ഓരോ തെറ്റിന് തെറി കേൾക്കുന്ന സാറിനാ. തന്റെ അച്ഛൻ എത്ര ഭേദമായിരുന്നടോ. ചില മക്കള് കാരണം തെറി അച്ഛന്മാർക്കാണ്. ഇവനെയൊക്കെ അച്ഛനെ പറഞ്ഞാ മതി. അല്ലെങ്കിൽ അവസാന ആഗ്രഹമായിട്ട് അച്ഛന്റെ ജോലിക്ക് ഞാൻ പോണെന്ന് പറഞ്ഞിട്ട് മരിക്കായിരുന്നില്ലേ? ജോലി കിട്ടണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവണ്ടേ മോളെ? അല്ലേലും അമ്മ എപ്പോഴും 3 സൈഡല്ലേ. ഇത് എന്തായാലും ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. മഹാരാജാവ് എഴുന്നള്ളി. നീ അവനെ മനപ്രയാസപ്പെടുത്തല്ലേ. അമ്മ ചുമ്മാ ഇരുന്നേ. മോളെ, ഡയറക്ടർ ആങ്ങളൊന്ന് നിന്നേ. ഇതൊന്ന് വായിച്ചു നോക്ക്. അത് ശരി, അപ്പൊ ചേച്ചിയും കഥ എഴുതി തുടങ്ങിയല്ലേ? അല്ലേ, ഇത്രേ ഉള്ളൂ. എന്റെ ചേച്ചി, ഇതൊക്കെ ബാങ്കുകാരുടെ ഒരു വിരട്ടല്ലേ. കുടിശ്ശികൊക്കെ അടച്ച് പറമ്പിന്റെ പ്രമാണം ഞാൻ എടുത്തു തരും, പോരെ? പണയം വെച്ച് ലോൺ എടുത്തത് കളിച്ചു കളയാനായിരുന്നില്ലല്ലോ. ടെലിവിഷൻ സീരിയലൊക്കെ എടുത്തില്ലേ? അത് പുറത്തു വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടി ആയിരുന്നു പേര്. പിന്നെ ദുഷ്പേര്. അമ്മ നോക്കൂ, ഒരു 6 മാസം. അതിനിടയിൽ ഞാൻ ചെയ്യുന്ന പടം പുറത്തു വന്നിരിക്കും. അത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും കണ്ണടക്കില്ല. അമ്മേ, അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ വീടിന്റെ പ്രമാണം എനിക്ക്. ആ മോഹം മനസ്സിൽ വെച്ചേര്. പറമ്പിലെ കൃഷി കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന നിനക്ക് കിട്ടുമായിരുന്നല്ലോ സിനിമ പിടിക്കാനുള്ള കാശ്. കാറും കമ്പ്യൂട്ടറും ബർഗറും സ്ക്രിപ്റ്റ് എഴുതാൻ കോട്ടേജും. എടാ, ഈ കിടക്കുന്നതിലെ കാച്ചിൽ ഏത് ചേമ്പേതെന്ന് നിനക്ക് തിരിച്ചറിയാമോ? കാച്ചിലേതാണെന്ന് ചേച്ചി പറഞ്ഞു കൊടുത്ത ചേമ്പേതാണെന്ന് സാറ് പറയൂലേ? അല്ല, ഇതെന്താ പോലീസ് സ്റ്റേഷനോ? വൈശാഖം കള്ളനൊന്നുമല്ല. അളിയൻ വിളിക്കും പറഞ്ഞേക്ക്, ബാങ്കിൽ നിന്ന് പ്രമാണം ഞാൻ എടുത്തു കൊടുക്കുമെന്ന്. പിന്നെ അമ്മേ, ഞാൻ ഡെവലപ്പ് ചെയ്ത കഥ അമ്മ ഒന്ന് കേൾക്കണം. അടുക്കളയിൽ എന്തോ പോഞ്ഞു നാറുന്നു. അമ്മേ ഒന്ന്. എടി നീ സാർ എന്നോട് പറഞ്ഞു, എനിക്കാണെങ്കിൽ ചെവി നന്നായിട്ട് കേട്ടേ കൂടാ. പെണങ്ങല്ലേ സാറേ, നമുക്ക് സിനിമ ചെയ്യാനുള്ളതാണ്. അതെ, സാറിന്റെ രീതികൾ തമ്മിൽ ഒരു മാച്ചിങ് ഇല്ല. സർക്കാർ ആഫീസും സിനിമാ പിടുത്തു അത് തമ്മിൽ ഒരു യോജിപ്പില്ല. പോയി ചായ എടുത്തോണ്ട് വേടാ. ഓ, സംയായന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. എന്താ അച്ഛാ? ആ പാട്ടൊന്ന് നിർത്തി, നീ ഇവിടെ വന്നിരിക്കും. റീമിക്സ് ചെയ്യാൻ പറ്റിയ പാട്ടാണ് അച്ഛാ. സാഗം കിടക്കുമ്പോഴാടാ നീ മേലത്തെ കാര്യങ്ങളൊക്കെ പറയണത്. ഓഫ് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കടാ. ഈ അസുഖത്തിന്ന് ഇനി മോചനമില്ല. ഞാൻ മരിച്ച നീ വേണം വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ. 5 പൈസ പോലും വെറുതെ കളയരുത്. അധ്വാനിക്കണം. എന്റെ ജോലി
നിനക്ക് കിട്ടും. നീ ആ ജോലിക്ക് പോണം. അച്ഛാ, എനിക്ക് സർക്കാർ ജോലി വേണ്ട, ഫിലിം ഡയറക്ടർ ആയാൽ മതി. നടക്കുന്ന കാര്യം ആഗ്രഹിക്കാവൂ. പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? മുയൽ മുക്കിയ മുയൽക്കാട്ടം ആനപ്പിണ്ടോ ആവില്ല. നീ സർക്കാർ ജോലിക്ക് പോയാ മതി. ഭാനുമതി, ശ്യാമേ, എന്തോ നിങ്ങൾ ഇവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്റെ അന്ത്യാഭിലാഷമാണ്. അച്ഛാ, എനിക്ക് സ്ക്രിപ്റ്റിനും ഡയറക്ഷനും ഗോൾഡ് മെഡൽ കിട്ടിയിട്ടില്ലേ? എന്റെ സ്ക്രിപ്റ്റ് അച്ഛൻ ഒന്ന് കേൾക്കണം. അയ്യോ, വിജനമായ ഒരു സ്ഥലം, അവിടെ അച്ഛാ, 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 സാർ ചായ. ചായ ചായ. കഷ്ടം. സാർ എന്റെ വീട്ടിലും കൂടെ ഒന്ന് കഥ പറയാൻ വരുമോ? എന്റെ ഒരു മുത്തശ്ശി കളവിക്ക് ഒടുക്കത്തായി സാർ.